പാലായിൽ ഓപ്പറേഷൻ താമര നടക്കാൻ പോവുകയാണ്. അതായത് ജോസ് കെ മാണിയെ കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് BJP-യിലേക്ക് ക്ഷണിച്ചു. ഷോൺ ജോർജ് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. BJP-യോടൊപ്പം നിൽക്കാമെന്ന് പറഞ്ഞാണ് ഷോൺ ക്ഷണിച്ചത്. പക്ഷേ ഇപ്പോൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ പാലാ നിയമസഭാ മണ്ഡലത്തിൽ പാല എന്ന് പറയുന്ന പ്രദേശത്താകെ ഓപ്പറേഷൻ താമര നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കത്തിലാണ് ഷോൺ ജോർജ്. അതിൻ്റെ അലയൊലികൾ പാലയിലാകെ വീശുന്നുണ്ട്. അതായത് എല്ലാവരും വിവിധ പാർട്ടികളിൽ നിന്നുള്ള ആൾക്കാർ BJP-യിലേക്ക് എത്തുന്നു. അത് വാർഡ് തലം മുതൽ ഉയർന്ന നേതാക്കൾ വരെ അതിലേക്ക് വരുമെന്നാണ് പറയുന്നത്. വലിയ സസ്പെൻസ് ഉണ്ട് ഇതിന് പിന്നിൽ. ശരിക്കും ഷോൺ ജോർജ് നടത്തുന്ന ഒരു മുന്നേറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിയെ പൂട്ടി അതെല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ഇപ്പോൾ പാലായിൽ ഓപ്പറേഷൻ താമര നടക്കാൻ പോകുന്നത്. BJP-യുടെ ഈ നീക്കത്തെ എങ്ങനെ കാണുന്നു? ഭാവിയിൽ കേരള കോൺഗ്രസ് ഇങ്ങ് പോരുമോ BJP-ക്കൊപ്പം? എന്താ അഭിപ്രായം? ശരിക്കും ഷോൺ ഉണ്ടല്ലോ, മാൻ ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയും, വുമൺ ഓഫ് സബ്സ്റ്റൻസ്, മാൻ ഓഫ് സബ്സ്റ്റൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായൊരു ചിന്താധാരയുള്ള ഒരു വ്യക്തിയാണ് ഷോൺ എന്ന് പറയേണ്ടി വരും. എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. PC ജോർജും എൻ്റെ അച്ഛനും ഒക്കെ സമകാലീനരുടെ എല്ലാ അച്ഛനും വളരെ മുതിർന്ന ആളാണ്, പ്രായത്തിൽ മുതിർന്ന ആളാണ്. എന്നാലും അച്ഛൻ്റെയൊക്കെ ഒപ്പം ഉള്ള ആളായിരുന്നു. അപ്പം എനിക്ക് ജോർജ് ഏട്ടൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്, നന്നായിട്ട് അറിയാം. ഷോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വഖഫ് കേസ് മുതലെടുത്ത് തുടങ്ങുകയാണെങ്കിൽ ഈ ED-യുടെ കാര്യം വരെ കൃത്യമായിട്ടൊരു അഡ്വക്കേറ്റ് കൂടിയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മനസ്സിൽ നിന്ന്, ഒരു അഡ്വക്കേറ്റിൻ്റെ മനസ്സിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച കാര്യങ്ങളിൽ സത്യമുണ്ടെന്ന് ഉറപ്പാക്കിയിട്ടേ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യാറുള്ളൂ. സാധാരണ അഡ്വക്കേറ്റ്സ് അങ്ങോട്ട് ചാഞ്ഞും ചരിഞ്ചാടിയൊക്കെ നിൽക്കും, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഷോൺ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നമുക്ക് ഉറപ്പിക്കാം, നടന്നിരിക്കും. ഇപ്പോൾ തന്നെ വഖഫിൻ്റെ കാര്യം അല്ലെങ്കിൽ ED-യുടെ വീണ തൈക്കണ്ടിയുടെ കാര്യമൊക്കെ എത്ര മാസങ്ങളായി അദ്ദേഹം അതിൻ്റെ പുറകെ തന്നെയാണ്. എവിടെയും വെച്ച് അദ്ദേഹം വിട്ടിട്ട് പോയിട്ടില്ല. ഇപ്പോൾ പാലയിലെ കാര്യം പറഞ്ഞാൽ അവിടെ കുറച്ച് പ്രശ്നത്തിലാണ് കേൾക്കുന്നത്. മുനിസിപ്പാലിറ്റി കോൺഗ്രസും ഇപ്പോൾ ഒരു ഫാമിലി ഉണ്ടല്ലോ, ഒരു കൊച്ചി ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി, എൻ്റെ പേര് കിട്ടുന്നില്ല, അതാണ് ചെയർമാൻ, പുളിക്കക്കണ്ടം ഫാമിലി. അപ്പോൾ അവരൊന്ന് ചാഞ്ചാടി നിൽക്കുന്നു, അവരുടെ ഫയലുകൾ അപ്രത്യക്ഷമാകുന്നു. ആ കുട്ടി വന്ന് പറയുന്നുണ്ട്. ഞാനൊരു TV ചാനൽ ആ കുട്ടിയുടെ ഒപ്പം സഹ പാനലിസ്റ്റായി മിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ ഡെപ്യൂട്ടി ചെയർമാൻ ആവുന്ന, വൈസ് ചെയർമാൻ അല്ലേ, ചാവുന്ന കേൾക്കുന്നു. അപ്പം അച്ഛനും മകളും കൂടെ ചേർന്ന് അവിടെ ഭരിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ അത് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. UDF-ൽ നിന്നും ഭരണം പോകുമെന്നൊക്കെയുള്ള മട്ടിലാണ് സംസാരിക്കുന്നത്. നമ്മളുടെ സംസാര വിഷയം അതല്ല. പലയിൽ ഷോൺ ശരിക്കും ഇളകി മറിച്ചു കേട്ടോ. അവിടുത്തെ ഓരോ ജാഥകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ സമ്മേളനങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത്. എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിരുന്നു PJ തോമസ് എന്ന് പറഞ്ഞ സാറായിരുന്നു അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടിയിട്ടുള്ള ചാർജായിട്ട് വഹിച്ചിരുന്നത്. അപ്പം എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. എറണാകുളം ജില്ലാ പ്രസിഡൻ്റായിരുന്ന വ്യക്തിയാണല്ലോ, ഇപ്പോൾ പാലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ തോമസ് സാർ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു, ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കണോ, ഇവിടെ എന്താണ് നടക്കുന്നത്, പാല ഓടുകയാണ്, BJP-യുടെ ഒപ്പം ഓടുകയാണ്. ഞാൻ ഫൈനൽ റിസൾട്ടിനെ കുറിച്ചല്ല പറയുന്നത്, അതൊരു തരംഗത്തിൽ അങ്ങനെ അങ്ങ് പോയി എന്ന് വിചാരിച്ചാൽ മതി. പാലയുടെ മാണിക്യത്തിൻ്റെ മകൻ വരെ തോറ്റു. ശ്രീ മാണി അല്ലേ, അദ്ദേഹത്തിന് മകൻ ജോസ് കെ മാണി വരെ അവിടെ തോറ്റു. അപ്പോൾ വേറൊരു മാണി അവിടെ ജയിച്ചു. മാണിയെ ഞങ്ങൾ ജയിപ്പിക്കുള്ളൂ. അപ്പോൾ അവർ വോട്ട് ചെയ്യുള്ളൂ. ഇനി അവർ മാറ്റി വോട്ട് ചെയ്യും. ഷോണിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എന്നോട് തോമസ് സാർ എപ്പോഴും പറയുന്നു, പത്മജൊന്ന് ഇവിടെ വന്ന് നോക്ക്. കാണാൻ വേണ്ടി കുറേ പേര് പോയി. അവിടെ എന്താ നടക്കുന്നത്, ഓരോരോ മീറ്റിങ്ങുകൾക്കും ഓരോരോ പ്രൊസഷനും ജാഥകൾക്കൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരല്ല, ഷോണിനോടുള്ള സ്നേഹം കാരണം വരുന്ന ആൾക്കാർ. ഒരു കൊച്ചുകുട്ടിയുടെ വീഡിയോ ഭയങ്കര വൈറലായിരുന്നല്ലോ, ചേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നില്ലൊന്ന് എടുക്കുക ചേട്ടാ, പിടിക്കുക ചേട്ടാ എന്നൊക്കെ പറഞ്ഞ്. അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ TV-യിൽ ആ ഷോണിൻ്റെ ഒരു ഫേസിന് ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ടോ ഞാൻ നിങ്ങളുടേതാണെന്ന് തോന്നിക്കുന്ന ഒരു മുഖമാണ് ഷോണിനുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷോൺ ഒരു മാൻ ഓഫ് വിഷനാണെന്നും കൂടെ പറയാം കേട്ടോ. ഇന്നുകൊണ്ട് തീരുന്നതല്ല BJP എന്നൊരു പ്രസ്ഥാനം വന്നിട്ടേ ഉള്ളൂ. കുറച്ച് സമയം എടുക്കും. കാരണം LDF-ഉം UDF-ഉം ഇങ്ങനെ ഉഴുത് മറച്ചിട്ടേക്കുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ താമരയ്ക്ക് പിടിക്കാൻ വളരെ എളുപ്പമാണ്. ഉഴുത് മറച്ചിട്ട് ചെളിയാക്കിയിട്ട സ്ഥലം, ചെളിയിൽ നിന്നാണ് താമര പൊങ്ങി വരുന്നത് അല്ലേ. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇനി വരാൻ പോകുന്നത് നമ്മളുടെ സമയമാണ്. ഷോൺ തദ്ദേശ സ്വയംഭരണ ഇലക്ഷന് മുമ്പ് എത്ര സിറ്റിംഗ് കൗൺസിലർമാരാണ് BJP-യിലേക്ക് വന്നതെന്നറിയാമോ? കഴിഞ്ഞ ആഴ്ച ഒരു ജില്ലാ കമ്മിറ്റി യോഗത്തിൽ കോൺഗ്രസിൻ്റെ കൗൺസിലറായിരുന്ന ഒരു മാന്യ
വ്യക്തി, ഒരു ലേഡിയാണ്. അവർ വന്ന് BJPയിൽ അംഗത്വം എടുത്തു. 2-3 ദിവസം കൂടുമ്പോൾ പ്രമുഖരായ വ്യക്തികൾ എന്നെ വിളിച്ച് പറയാറുണ്ട്, BJPയിൽ അംഗത്വം എടുക്കാൻ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറയാം, നമ്മൾ നല്ലൊരു ഫംഗ്ഷനായിട്ട് അതിലാക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട് മിസ് കോൾ മെമ്പർഷിപ്പ്, അതിൻ്റെ ആവശ്യമില്ലല്ലോ. ജനങ്ങൾ അറിഞ്ഞു വരാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പ്രത്യേകിച്ചും ന്യൂനപക്ഷത്തിൽ പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന, ഇവിടെ തന്നെ എറണാകുളത്തുള്ള പ്രമുഖമായൊരു പള്ളിയുണ്ട്, അവിടുത്തെ കാറ്റക്കിസം മാസ്റ്ററായിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം എൻ്റെ കൂടെ ഇലക്ഷൻ സമയത്ത് മുഴുവൻ സമയം ഉണ്ടായിരുന്നു. അയ്യോ ഇദ്ദേഹമല്ലേ, ഞാൻ പേര് പറഞ്ഞില്ല, അത് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, അയ്യോ ഇദ്ദേഹം കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ കൂടിയുണ്ട്. അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, കാരണം ഒരാൾ നയിക്കാൻ മാത്രം അവർ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ നയിക്കാനായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മുടെ അനൂപ് ആൻ്റണി, ഷോൺ ജോർജ്, അതുപോലെ PC ജോർജ് എന്നൊക്കെ പറഞ്ഞാലല്ലോ, ഈസ് എ നോ നോൺസെൻസ് പേഴ്സൺ. ഉള്ള കാര്യം അങ്ങോട്ട് തുറന്നടിച്ച് പറയും. എന്തിനാന്നേ പറയുന്നതിൽ കള്ളത്തരമില്ല, മനസ്സിൽ നിന്ന് തട്ടിയാണ് പറഞ്ഞെങ്കിൽ ഇത്ര പേടിക്കാനെന്താവുള്ളേ? ജീവിതം ഒന്നേ ഉള്ളൂ, ആ ജീവിതം ആർജവത്തോടെ തന്നെ നയിക്കണം. അത് തന്നെയാണ് മകനെയും അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാലയിലെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമുക്ക് 35,000 വോട്ട് അവിടെ കിട്ടി. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരു 50-ന് മേലെ പ്രതീക്ഷിച്ചൊന്ന് കിട്ടുകയും ചെയ്തേനെ. പക്ഷെ ഒരു ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം പോലെ കേരളം മുഴുവനും പെട്ടെന്ന് വന്നപ്പോൾ പാലയ്ക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിനെ പോലും, ഇദ്ദേഹം ഒരു BJP അനുഭാവിയാണ്, എൻ്റെ ഫ്രണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് BJPയിലേക്ക് ക്ഷണിച്ച എന്ന് പറഞ്ഞ് നിൽക്കുക. ഇനിയിപ്പോൾ എന്തായാലും മിനിസ്റ്ററായി പറഞ്ഞു വരുന്ന അദ്ദേഹം ജയിക്കുന്ന അദ്ദേഹം പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അല്ലെങ്കിൽ അടികൊണ്ട, ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ അടികൊണ്ട തോമസ് ഇപ്പോൾ MLA ആണ്. ഷോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്ന സ്ഥലത്ത് ഇത്രയും വോട്ട് ലഭിക്കേണ്ടതായിരുന്നു, ഞാൻ എങ്ങനെ പ്രവർത്തിക്കണം. ഇപ്പോൾ ഇനി അവിടെ നിന്ന് പ്രവർത്തിക്കുക, 5 കൊല്ലം ആര് നിന്ന് പ്രവർത്തിച്ചാലും BJPക്ക് ജയിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. 5 വർഷം ഇപ്പോൾ MLA ഇലക്ഷനുണ്ട്, അസംബ്ലിയിലേക്കുണ്ട്. ഏകദേശം 5 വർഷത്തോളം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുണ്ട്. 3 വർഷമേ ഉള്ളൂ പാർലമെൻറ്റിലേക്ക്. ഇപ്പോൾ കേൾക്കുന്നു 1 നേഷൻ 1 ഇലക്ഷൻ 2029 വരുമെന്ന് കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ എല്ലാം കൂടെ 3 വർഷത്തിനുള്ളിൽ തന്നെ നടക്കും. അപ്പം അത്രയധികം നമുക്ക് സ്ഥാനാർത്ഥികളെയും ആവശ്യമുണ്ട്. തീരുമാനിച്ച്, ഷോണിനെ പോലുള്ള ആൾക്കാർ തീരുമാനിച്ച് പാലയിൽ നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ അവിടെ മാത്രമല്ല ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങളിൽ മുഴുവനും അതിൻ്റെ തരംഗം ആഞ്ഞടിക്കും. BJP ഇപ്പോൾ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അതായത് 1000 ദിവസത്തെ കർമ്മ പദ്ധതി. അതിൻ്റെ സ്റ്റഡി ക്ലാസ്സുകളും പല ക്ലാസ്സുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. 1000 ദിവസത്തിന് മുമ്പ് ഒരു 1.5 ദിവസം ഒരാളെ BJPയിലേക്ക് അംഗമായിട്ട് നമ്മൾ ക്ഷണിച്ചാൽ പോരെ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നൊരു കാര്യമുണ്ട് പ്രിയൻ, അതായത് 2 തരത്തിലുള്ള ആൾക്കാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലുള്ളൂ. ഒന്ന്, എന്നെപ്പോലെ BJPന്ന് അഭിമാനം പൂർവ്വം പറയുന്ന ആളുകൾ, BJP പ്രവർത്തകർ. BJPയിലേക്ക് ഞങ്ങളുടെ ക്ഷണം കാത്തിരിക്കുന്ന രണ്ടാമത്തെ കൂട്ടർ, അത്ര പേരേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും BJPയിലേക്ക് വരാൻ. ഇപ്പോൾ തന്നെ നമുക്ക് TV തുറന്നാൽ എന്താ കാണുന്നത്? തൃണമൂൽ കോൺഗ്രസിൻ്റെ ആൾക്കാർ നമ്മളുടെ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിച്ച് MP-മാർ, മെജോറിറ്റി ആൾക്കാർ കൂടെ നിൽക്കുകയാണ്. BJPയിൽ വന്നാൽ മാത്രമേ സത്യസന്ധമായ ഒരു സദ്ഭരണം നടക്കുകയുള്ളൂ. എല്ലായിടത്തും അങ്ങനെയുള്ളൂ. കാരണം ഓടിച്ചാടി വരണ്ടാന്നേ. എന്തൊക്കെ അവരുടെ പുറത്ത് എന്തൊക്കെ മാറാപ്പുണ്ടെന്ന് നമുക്കറിയില്ല, എങ്കിൽ അവരുടെ കബേർഡിൽ എത്ര സ്കെൽട്ടൻസ് ഉണ്ടെന്ന് നമുക്കറിയില്ല. എന്തിന് നമ്മളത് ചുമക്കണം? കൃത്യമായും സത്യസന്ധമായും ജോലി ചെയ്യുന്ന ആൾക്കാരെ മാത്രം മതി, ഷോണിനെ പോലുള്ള ആൾക്കാര്. ഷോണാണെങ്കിൽ പാലയിലെ അവസ്ഥ എന്താവും? ഒരു അനാലിസിസ് നിലയ്ക്ക് എന്തൊക്കെയായിരിക്കും BJPയിലേക്ക് ഇവരൊക്കെ വന്ന് ചേരുമോ എന്നുള്ളതാണ്. അതായത് ഈ ജോസ് കെ മാണി അടക്കമുള്ളവർ. ഷോൺ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. എല്ലാ ഞങ്ങൾക്കൊരു കാര്യം പറയട്ടെ, ആർക്കും ഒരു പേടിയില്ല, ഇയാളൊന്ന് എൻ്റെ സ്ഥാനം പോവോ. ഷോൺ അങ്ങനെ ആലോചിക്കാമല്ലോ. ജോസ് കെ മാണി MP ആണ്, ഓൾറെഡി MP ആണ്, ഇത്രയും വലിയ. അതിപ്പം ഷോണും അതേ PC ജോർജിൻ്റെ മകനാണ്. അങ്ങനെ ഒരു പേടി ഒരു നേതാക്കന്മാർക്കും യുവ നേതാക്കൾക്ക് ഇല്ല എന്ന് തന്നെ പറയണം. ഇദ്ദേഹം എൻ്റെ സ്ഥാനം കൊണ്ടുപോവോ, ഇനിയിപ്പോൾ പാലയിൽ ഞാനാവോ, ജോസ് കെ മാണി ആവോ അടുത്ത BJPയുടെ കാൻഡിഡേറ്റ്, അങ്ങനത്തെ ഒരു ചിന്തയും യുവ നേതാക്കന്മാർക്ക് BJPയിലില്ല. കാരണം അവരെ അക്കോമഡേറ്റ് ചെയ്യാൻ സന്നദ്ധരാണ്. അനൂപ് ആൻ്റണി വന്നിട്ട് എന്താ മോഡിജി എന്തൊക്കെയാണ് പറഞ്ഞത് അദ്ദേഹത്തെക്കുറിച്ച്, എൻ്റെ മകനാണെന്നുള്ള ഇതുപോലെ പറഞ്ഞില്ല. 50,000-ൽ പരം വോട്ടാണ് അനൂപ് തിരുവല്ലയിൽ നിന്ന് നേടിയത്. അപ്പോൾ ഓരോ ചെറുപ്പക്കാരെയും ഐഡൻറ്റിഫൈ ചെയ്ത് യുവത്വത്തിലൂടെയാണ് ഭാരതം വികസിക്കേണ്ടത്. അതിനർത്ഥം നമ്മളെപ്പോലെ എന്നെപ്പോലെ പ്രായമായവരെ ആവശ്യമില്ല എന്നല്ല അർത്ഥം. ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ യുവാക്കളിൽ കൂടിയാണ് ഭാരതത്തിൻ്റെ പ്രശസ്തി ഇനി ലോകത്തിലേക്ക് പോകേണ്ടതല്ലേ. അപ്പോൾ ഷോണിൻ്റെ മനസ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അത് തന്നെയാണ് ഇപ്പോൾ പ്രിയൻ പറയുകയും ചെയ്തത്. ജോസ് കെ മാണി വരൂ, നമുക്ക് 2 പേർക്കും ഇരിക്കാനുള്ള സാഹചര്യം BJPയിലുണ്ട്. വന്നു വന്നിരിക്കട്ടെ, എന്താവും പാലയില്, ഇല്ലെങ്കിൽ കോട്ടയത്തിന്റെ പൊതുചിത്രം തന്നെ മാറിപ്പോകും. തീർച്ചയായിട്ടും. കാരണം പാലയില്
മജോറിറ്റി ക്രിസ്ത്യൻസ് തന്നെയാണ്. 40%, 36% അങ്ങനെ എന്തോ ഹിന്ദുക്കൾ വരുന്നുള്ളൂ. മറ്റേ ന്യൂനവിഭാഗം മുസ്ലിംസ് വളരെ നെഗ്ലിജിബിളാണ്, 1% അടുത്തിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ ഇക്വേഷൻ മാറി. ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസ് മാണി എന്ന് പറയുകയാണെങ്കിൽ കോട്ടയത്തിൻ്റെ ഒരു പ്രമുഖമായൊരു കക്ഷി തന്നെയാണ്. പാലക്കാരുടെ ഒരു പ്രൈഡാണ് ഞാൻ മാണി കോൺഗ്രസ് എന്ന് പറയാം. അവർക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇനി ഇരിക്കുവാൻ അർഹതപ്പെട്ട സ്ഥാനം BJP തന്നെയാണ്. കാരണം കോൺഗ്രസ്സിൽ അവർ ട്രൈ ചെയ്തു, അത് ശരിയാവാഞ്ഞിട്ടാണ് CPMലേക്ക് പോയത്. ഇത്തവണ അവർക്ക് യാതൊരു സീറ്റും ജയിക്കാൻ പറ്റിയില്ല. 8ഓളം സീറ്റുകളിൽ മത്സരിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്തായാലും അതിനടുത്ത് അതിന് കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. ഒരു സീറ്റ് പോലും ജയിക്കാൻ പറ്റില്ല. അതിൻ്റെ സ്ഥാപക നേതാവിൻ്റെ മകൻ തന്നെ ദയനീയമായി സിറ്റിംഗ് MP ആണ്. പരാജയപ്പെടുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഷോൺ എന്താ ചെയ്തത്? വരൂ, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ ചേട്ടനാണ് എന്തായാലും, ഷോൺ 30s ഉള്ളൂ. ചേട്ടൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, പാലം നമുക്ക് കൈപ്പിടിയിൽ ഒതുക്കാം, താമരകൾ അവിടെ വിരിയിക്കാം. ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻ ആവട്ടെ, MLA ആവട്ടെ, MP കോൺസ്റ്റിറ്റ്യുവൻസിയും വരുമല്ലോ, പാലൊരു കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഭാഗമായിട്ട് വരും. അപ്പോൾ അവിടെ നമുക്ക് ഒരുമിച്ച് നിന്ന് ജയിക്കാം. എൻ്റെ കാര്യം ചേട്ടനെ ആലോചിക്കേണ്ട, ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് യാതൊരു ബ്ലെമിഷുമില്ല. ജോസ് കെ മാണിയുടെ പുറത്ത് യാതൊരു അഴിമതി ആരോപണങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ജോസ് കെ മാണിയുടെ പുറത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ സത്യസന്ധരായി പൊതുപ്രവർത്തനം ചെയ്യുന്ന എല്ലാവരെയും BJP സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ 2 കൈയും നീട്ടി നിങ്ങൾക്ക് സ്വാഗതം സുസ്വാഗതം എന്ന് പറയുന്നു. ഒരുമിച്ച് രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കുചേരാമെന്നാണ് പറയുന്നത്. പോകുന്ന എല്ലാ മീറ്റിംഗ് അതാണ് പറയുന്നത്. ഡിവാസ്റ്റേറ്റഡ് ബൈ ഇൻഫിൽട്രേഷൻസ് ആയിരുന്നു ഭാരതം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു രാജ്യമായിട്ട് നമ്മൾ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരി, നശിപ്പിക്കപ്പെട്ടു പോയൊരു രാജ്യമാണ്. നമ്മളുടെ ഡൈനാസ്റ്റികൾ, വിജയനഗര സാമ്രാജ്യം, ചോള സാമ്രാജ്യം, അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്നൊക്കെ പറയാൻ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും മഹത്തരമായ ഒരു പ്രദേശമായിരുന്നു ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്. നശിപ്പിക്കപ്പെട്ടു പോയി. ഇനി റീബിൽഡ് ദ നേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭാരതീയരാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്രീഡ് ഓർ ദ കാസ്റ്റ് ഓർ ദ റിലീജിയൻ. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന എല്ലാവരും ഭാരതീയരാണ്. നമുക്ക് ഒരു കൈ സഹായം കൊടുക്കാം, നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ. നമുക്കിപ്പോൾ ഉള്ളതും ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ്. ആർക്കാണെങ്കിലും പ്ലെയിനും ഇന്ത്യൻ പാസ്പോർട്ടല്ലേ, എനിക്കും ഇന്ത്യൻ പാസ്പോർട്ട്, എല്ലാവർക്കും ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഷോണിനും ജോസ് കെ മാണിക്കും എല്ലാവർക്കും ഇന്ത്യൻ പാസ്പോർട്ടാണ്, ഇന്ത്യൻ ആധാർ കാർഡാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് ചേർന്ന് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ഷോൺ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ അർത്ഥത്തിൽ എടുത്തുകൊണ്ട് BJPയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും 2 കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.